എന്റെ മോള് വന്നല്ലോ. അതെ, ചേട്ടന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കണില്ല കേട്ടാ. അതെന്താടി? എനിക്ക് പിടിക്കണില്ലമ്മേ. അല്ല, നിനക്കെന്തിനാ അങ്ങനെ സ്വഭാവം പിടിക്കേണ്ടത്? എനിക്ക് പിടിക്കുന്നുണ്ടല്ലോ, അത് മതി. എന്റെ കൊച്ചിങ്ങോട്ട് വരുമ്പോഴും നോക്കണം, മോത്തം കൊണ്ടില്ലേ ഇത്ര കുശപ്പടി നിനക്ക്? അത് ഇവളെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാ. ചേട്ടന്റെ സ്വഭാവം എങ്ങനെ ശരിയാവാനാണ്? ഇവരുടെ കൂടെയല്ലേ ജീവിക്കണത്. നിങ്ങൾ പുന്നാര പെങ്ങൾ പറയുന്നത് കേട്ടാ, എന്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ടാ നിങ്ങളുടെ സ്വഭാവം ചീത്തയാവുന്നേ. അതെ, നിന്റെ കൂടെ ജീവിക്കുന്നോണ്ടാ ഇവന്റെ സ്വഭാവം ചീത്തയായത്. അല്ല, നിങ്ങളുടെ സ്വഭാവത്തിന് ഗുണം കൊണ്ടാ നിങ്ങളുടെ മകന്റെ സ്വഭാവം ചീത്തയാവുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ടല്ല പ്രകാശിയുടെ സ്വഭാവം മോശമായത്, പ്രകാശിയുടെ സ്വഭാവം മോശമായോണ്ടാ. വേണോ? നീ മിണ്ടരുത്, നീ ഒറ്റൊരുത്തനാ ഇവനെ ചീത്തയാക്കുന്നത്. ഒന്ന് മിണ്ടായിരിക്കോ? നിങ്ങൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ അവിടെ സർക്കസ് കഴിയും. എനിക്കൊരുങ്ങാൻ സമയമൊന്നും അധികം വേണ്ട. ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്യണം. നിങ്ങളുടെ അമ്മക്ക് തന്നെയല്ലേ കെട്ടി ഒരുങ്ങേണ്ടത്. അതെടി, ഞാൻ കെട്ടിയൊരുങ്ങും, നിനക്കെന്താ കുഴപ്പം? അല്ല പ്രകാശി, സരിതയ്ക്ക് സർക്കസ് കാണാൻ ടിക്കറ്റ് എടുക്കട്ടെ? പിന്നെ ഉറപ്പായിട്ടും വേണം. സരിതയും പോയി കാണണ്ടേ സർക്കസ് കാണാൻ? പിന്നെ ഞാനൊന്നുമില്ല സർക്കസിനൊന്നും. എനിക്കാണ്ട. അങ്ങനെ പറയരുത്, സർക്കസ് കാണണം നീ. അയ്യോ, എന്തൊരു സ്നേഹമുള്ള ചോട്ടൻ. ഞാനില്ല. സരിത വന്നല്ലെങ്കിൽ പൊളിയും കേട്ടോ. പൊളിയാനാ? സർക്കസ് പൊളിയും. ആള് കയറിയില്ലെങ്കിൽ സർക്കസ് പൊളിയുമല്ലോ. അവര് പൊളിച്ചോണ്ട് വേറെ സ്ഥലത്തേക്ക് പോകേണ്ട വരും. എത്ര സർക്കസാ പൊളിഞ്ഞിരിക്കുന്നത്? പിന്നെ പറ്റത്തില്ല, നമ്മൾ പോയേ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ അടുത്ത സമയത്ത് പകലൊക്കെ ഭയങ്കര കള്ളന്മാരുടെ ശല്യ. അതെ. നീ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കണ്ട. അതെടി മോളെ, നീ സർക്കസിന് വരണ്ട. കള്ളന്മാരുള്ളതാ, നമ്മുടെ വീടൊക്കെ കാത്തോട്ട് നീ വിട്ടിരുന്നു. അവൾ വിട്ടിരിക്കട്ടടാ. കള്ളന്മാരേക്ക് പേടിയൊന്നുമില്ല. കള്ളന്മാര് വന്നാൽ ഞാൻ ഇടിച്ച് സൂപ്പാക്കും. അല്ലെങ്കിലും അവള് വരാത്തതാ നല്ലത്. ഇരട്ടി ചെലവ് അവള് വന്നാൽ. എന്ത് ചെലവ്? നീ അവിടെ വന്നു കഴിഞ്ഞാൽ ആ മുളക് ബജ്ജിയും കോളിഫ്ലവറും കളർ വെള്ളം കാണുമ്പോൾ വേണം എന്ന് പറയും. അതുള്ളതാ. തീറ്റ കുതിച്ചേ നിങ്ങളുടെ രണ്ടാമത്തെ മോളാണ്, ഞാനല്ല. അവൾക്കാണ് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണത്. നിങ്ങൾ രണ്ടാളും കണക്കാ. ഞാനങ്ങ് വരുന്നില്ല. അല്ലെങ്കിൽ ഇവള് വരുന്നുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ലേ. ചേച്ചി വരുന്നില്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. എന്തുവാണ് ഇത്? ഞാൻ പോകത്തില്ല. സമാധാനമായല്ല. എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ കാത്തിരിക്കുക അവിടെ തുള്ളിക്കൊണ്ട് ഓടാൻ വേണ്ടി. അമ്മ അതിന് കൂട്ടും. ചേട്ടൻ ഭാര്യയുടെ ആദ്യം നന്നാക്ക്. ഭാര്യയല്ലേ ഇപ്പൊ തുള്ളിപ്പോയത്? ആ പറഞ്ഞത് കറക്റ്റാ. നിനക്കെന്താടാ ഇവിടെ കാര്യം? കിടക്ക്. പ്രകാശി, അപ്പൊ ഞാൻ പുറത്ത് കാണാം. എന്റെ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യാവാ? ഓ, എല്ലാം കണക്കാ. ആരും പോട്ടെ. അവള് വരണ്ടടി, നമുക്ക് പോവാം. കൂവാ. ഞാനിനി പോന്നൊന്നുമില്ല. അമ്മയും മോളും കൂടി തന്നെ പോട്ടെ. നീ എന്താണ് പുഷ്പ ഇങ്ങനെ? നിങ്ങളെ പെങ്ങളെന്താ ഇങ്ങനെ? നിനക്കെന്താ അവിടെ കാണുന്ന ചൊറിയാൻ തോന്നുന്നു? അവക്കെന്താ എന്നെ കാണുമ്പോൾ ചൊറിച്ചില്? അത് ശരി, നീ അല്ലേ അവിടെ ആദ്യം ചൊറിഞ്ഞത്? നിങ്ങൾക്ക് പെങ്ങളെ പറയുമ്പോ പൊള്ളുന്നുണ്ട്. എനിക്ക് എന്റെ പെങ്ങളെ വലിയ കാര്യം തന്നെയാ. അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോടും മക്കളോടും ഒരു ഇഷ്ടമില്ലാന്ന്. നീ വെറുതെ മക്കളെ ഒന്നും കൂട്ട് പിടിക്കണ്ടേ. അവരെ എനിക്ക് കാര്യമാണ്, സ്നേഹമാണ്, അതൊക്കെ ശരിയാ എന്ന് പറഞ്ഞാൽ എനിക്ക് പെങ്ങളെ തള്ളിക്കളയാനൊന്നും പറ്റത്തൊന്നുമില്ല. പള്ളിക്കളയാൻ പറ്റുന്നില്ലേ? കെട്ടിപ്പിടിച്ച് അവിടെ ഇരിക്കും. കെട്ടിപ്പിടിച്ചിരിക്കും. നിനക്കെന്താ? നിനക്ക് പിള്ളേരെ കൊണ്ട് സർക്കസിന് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് സൗകര്യം ഇല്ലായിരുന്നല്ലോ അല്ലേ? അത് എന്റെ മക്കളോട് എനിക്ക് ഇഷ്ടക്കുറവുണ്ടായത് കൊണ്ടല്ല, നിങ്ങളെ പെങ്ങള് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ കൂട്ടാത്തെ. വേണ്ടീ, നീ ഇങ്ങനെ ഉറക്കം വിളിച്ചു പറഞ്ഞോണ്ടിരുന്നു നിനക്ക് പിള്ളേരുടെ സ്നേഹമാണെന്ന്. പക്ഷെ ഒരു ആവശ്യത്തിന് പറഞ്ഞാൽ ചെയ്യത്തില്ല. അതുകൊണ്ട് എന്തോന്ന്? ഞാൻ എന്റെ പണിക്കൊന്നും പോകുന്നില്ല. ഞാൻ പിള്ളേരെ കൊണ്ട് സർക്കസ് കാണാൻ പോവാ. അല്ല, നിങ്ങളല്ലേ എന്നോട് സ്ഥലക്കച്ചവടം ഉണ്ട് അതിന് പോണെന്നൊക്കെ പറഞ്ഞത്. ഞാനെന്താ മറ്റേ സിനിമയിലെ പോലെ കുമ്പിടിയാണ് രണ്ടിടത്ത് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്? നിന്നോട് സർക്കസിന് പിള്ളേരെ കൊണ്ട് പോകാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് കച്ചവടത്തിന് പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പൊ നീ പോകുന്നില്ലല്ലോ. എന്നാ നിങ്ങൾ പോണ്ട, ഞാൻ പോക്കോളൂ. ആണ്ടിനും സംക്രാന്തിക്കാറ്റ ഒരു സ്ഥലക്കച്ചവടം കിട്ടുന്നത്. ഇനി അത് കളയാൻ നിൽക്കുന്നു. ഉറപ്പിച്ചു പറഞ്ഞതാണോ? സത്യമായിട്ടും? സത്യമായിട്ടും. ഇടുക്കി അങ്ങനെ വേണം, ഭാര്യമാരായാലും അങ്ങനെയൊക്കെ വേണം കേട്ടോ. ഞാൻ ഈ കച്ചവടം നടന്നു കഴിഞ്ഞാൽ നിനക്കൊരു കിട്ടില്ല സമ്മാനം തരും. എന്ത് വേണമെന്ന് ഇപ്പോഴേ പറഞ്ഞു. പണ്ടൊരു പച്ച മൂക്കുത്തി മേടിച്ചതാന്ന് പറഞ്ഞ് നിങ്ങൾ മേടിച്ചെന്നാ. പിന്നെയാണ് വലിയ ഇത് ഞാൻ കൊറേ കേട്ടതാ. എന്താ വേണ്ടേ? പണ്ടത്തെ കാര്യം വിടൂ,
അന്ന് എനിക്ക് പൈസ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് മനസ്സിലാക്കണ്ട നീ. ഇത് നല്ല കിടിലൻ കച്ചവടമാണ്. നീ എന്ത് വേണേ പറഞ്ഞോ, ഞാൻ മേടിച്ചു തരും. സത്യം, നീയാണ് ഓ, സത്യം. അത് വേണ്ട, അത് വേണ്ട, ആ സത്യം വേണ്ട. സത്യമായിട്ടും പറ. എന്നാ എനിക്കൊരു സ്വർണ്ണമാല മേടിച്ചു തരാം. എന്തുവാ? സ്വർണ്ണമാല. സ്വർണ്ണമാലയോ? അന്ന് ഇച്ചിരി മാറ്റിയിട്ടൊരു മുത്തുമാലയിൽ ഒതുക്കാൻ പറ്റുമോ? ഇതാ ഞാൻ നിങ്ങളോട് ഒന്നും പറയാത്തത്. സ്വർണ്ണമാലയ്ക്കുള്ള കച്ചവടമൊന്നും ഇപ്പൊ എനിക്ക് കിട്ടത്തില്ലടി. അത് വലിയ കച്ചവടം നടക്കുമ്പോ കിട്ടിക്കഴിയുമ്പോ ഞാൻ ഉറപ്പായിട്ടും മേടിച്ചു തരും. എന്താണ് നോക്കുന്നത്? എന്തുവാണ് ഇവൻ ഇങ്ങനെ? അത് മാത്രല്ല അച്ഛാ, കൃഷ്ണേച്ചി സർക്കസിനും വരൂല എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമായത്. ഒരാള് വരുന്നെന്ന് പറയുമ്പോ മറ്റേ ആള് വരുന്നില്ലെന്ന് പറയും. മറ്റേ ആള് വരുന്നെന്ന് സമ്മതിച്ച് ചെയ്യുമ്പോ ആദ്യത്തെ ആള് പറയും ഞാൻ വരുന്നില്ല. ഇതൊക്കെ എന്തോ ഇത് കഷ്ടം തന്നെ. നിങ്ങളെ പെങ്ങളായിരിക്കും പിള്ളേരെ എന്തെങ്കിലും പറഞ്ഞ് അടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുക. ഞാൻ പോയി നോക്കിയിട്ട് വരാം. അയ്യോ വേണ്ടേ, നീ അങ്ങോട്ട് പോകണ്ട, ഞാൻ പോയി സോൾവ് ചെയ്തോളാം. നീ അങ്ങോട്ട് വന്നാൽ ഇനി അവസാനം നാത്തൂനും തമ്മിലായ കളിപ്പ്. നിങ്ങൾ ഇവിടെ നിന്നോ, ഞാൻ പോയി സാധനം സോൾവ് ചെയ്തിട്ട് വരാം. മുട്ടം വഴക്കാടാ. മുട്ടം വഴക്കാണെന്നോ? വേൾഡ് വാർ 3 നടന്നുകൊണ്ടൊക്കെ അവരുടെ ഇടയില്. എടി പുറത്തു പോകുമ്പോ നീ പറഞ്ഞിട്ടില്ലടി ഞാൻ നിനക്ക് ഓരോന്ന് വാങ്ങിച്ചത് അല്ലേ? എന്നിട്ട് നിന്റെ അമ്മ പറയണത് ഞാനാണ് തീറ്റ കുതിച്ചത്. ശരിക്കും നീ അല്ലേ തീറ്റ കുതിച്ചി? എന്നെ തീറ്റ കുതിച്ചീന്ന് വിളിച്ചാണ്ടല്ലോ. ഞാൻ ഇനി വിളിക്കും തീറ്റ കൊണ്ടാരം. ഞാനേ നിന്നെ പോലെ തിന്നാല്ലാത്ത വീട്ടിൽ നിന്നല്ല വരണത്. എന്തുവാടി ഇവിടെ? അച്ഛാ, ഞാൻ ഒന്നും തിന്നാൻ കിട്ടാത്ത വീട്ടിൽ നിന്ന് വന്നതാണ് നീ പറയണത്. അച്ഛനല്ലേ എനിക്ക് വാങ്ങിച്ചു തരണ്ടേ? എന്തോന്നാടി ഇത്? നീ വഴക്കിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളുടെ ഭാര്യ പറഞ്ഞു ഞാനാണ് തീറ്റ കുതിച്ചത്. നിങ്ങളുടെ മോളല്ലേ തീറ്റ കുതിച്ചേ? നിന്നെ വിളിച്ചേക്ക് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലുള്ളതല്ലല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നോട് പറയാലോ. അതിപ്പോഴാണ് മനസ്സിലായത്. എടി നിന്നേക്കാൾ കൂടുതൽ ഈ വീട്ടിൽ അധികാരം എനിക്കാണുള്ളത്. അത് നീ മറക്കണ്ട കേട്ടാ. എന്നാലേ എനിക്കും ഉണ്ട് അവകാശങ്ങള്. ഇതെന്തോ ഈ അധികാരവും അവകാശവും പറഞ്ഞുകൊണ്ടിരിക്കുക? നിങ്ങൾ അത് രാജകുമാരികളോ? അതെ, ഞങ്ങൾ രാജകുമാരിമാരാ. ആഹാ, എന്നാ 2 രാജകുമാരും കൂടി വഴക്ക് നിർത്തിട്ടേ മര്യാദയ്ക്ക് സർക്കസ് കാണാൻ പോകും. ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ അങ്ങോട്ട് പോയച്ചാ മതി. നിന്റെ ടിക്കറ്റ് പിന്നെ എന്തോ ചെയ്യും? ഞാൻ വരാം ചേട്ടാ. നീ അവളുടെ ടിക്കറ്റിൽ പോകണ്ട, നിനക്ക് വേറെ ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തേ? ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ അങ്ങ് പോയച്ചാ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. തർക്കിക്കാൻ നിൽക്കല്ലേ കൃഷ്ണ. പിന്നെ അല്ലാതെ അച്ഛാ, ഇനി എന്താണ് ഇതിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. പറ. എനിക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുറയ്ക്കാനൊക്കെ വേണം. കുറയ്ക്കണം. ഞാൻ അതുകൊണ്ട് അപ്പച്ചീന്റെ അടുത്ത് കാശ് ചോദിക്കാന്ന് ചോദിച്ചാൽ എനിക്ക് ജോലിയും വേലും കൂലിയൊന്നും ഇല്ലല്ലോ, എനിക്ക് കാശില്ലല്ലോ. അതുകൊണ്ട് അപ്പച്ചീനെ കളിയാക്കും. ഇപ്പൊ ആരാ തീറ്റ കുതിച്ചി? ഇനി തീറ്റ കുതിച്ച് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള മനസ്സിലാകാം. മിണ്ടരുത്. പിള്ളേരുടെ പ്രായമുള്ള ഒരു ആഗ്രഹം പറഞ്ഞ് മേടിച്ചു കൊടുക്കണം. നിനക്കിപ്പോ എന്താ ആവശ്യം? അവിടെ പോകുമ്പോ തിന്നാൻ എന്തെങ്കിലും മേടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്നാ 500 രൂപയുണ്ട്. ഇതിന് കിട്ടുന്ന എന്താന്ന് വെച്ചാൽ മേടിച്ചങ്ങ് തിന്നോ. ഇപ്പൊ ശരിയായി. എനിക്കൊന്നുമില്ല ഏട്ടാ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. എടേ സർക്കസ് കാണാൻ പോകുമ്പോഴേ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരിക്കാം. ഒരുമിച്ചൊക്കെ ഇരിക്കാം, പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സ്നാക്സിന്റെ ഒരു പൊടി പോലും അപ്പച്ചക്ക് ഞാൻ തരത്തില്ല. തീറ്റ കുതിച്ചി. ഞാൻ തീറ്റ കുറിച്ചിയാ. വെറുതെ അല്ലേ നിന്റെ തീറ്റ കുതിച്ചി വിളിക്കണത്? ഞാൻ വിളിച്ചോ. എന്തോന്നേ, ഇതൊരു വീടല്ലേ? ഒരു അപ്പച്ചി അനന്തരത്തിയല്ലേ? അപ്പച്ചി മകളും. അനന്തരത്തിയല്ല, മകള്. ശത്രുക്കളപ്പോഴാണല്ലോ 2 കൂടെ ഒന്ന് വഴക്കിട്ടോണ്ടിരിക്കുന്നത്. ഞങ്ങള് വഴക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ അല്ലേ അപ്പച്ചി? ഓ, അപ്പൊ ഇപ്പൊ അങ്ങനെയായ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തീരുമാനിച്ചോ കാര്യം പറഞ്ഞോണ്ടിരിക്കായിരുന്നു. കാക്ക മനന്ന് പറക്കും. അച്ഛ പൊക്കോ. ഞാൻ പൊക്കോളാം. നോട്ട് സൂക്ഷിച്ച് പിടിച്ചോ, ഇവിടുന്ന് വലി വരുന്നുണ്ട്. വരുന്നുണ്ട്. എനിക്ക് കാണിച്ചാ ഞാൻ മേക്കപ്പ് ചെയ്ത് സമയം കളയുന്നാണല്ലോ നിങ്ങളുടെ അമ്മയുടെ പരാതി. എന്നിട്ട് അവൾ എന്തിയേ? അമ്മയെക്കാളും സുന്ദരിയാവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ചേച്ചി. അതാണ് ലേറ്റ് ആവണത്. അത് നടക്കാൻ പോണില്ല. ഇതേ എനിക്ക് ജന്മനാ കിട്ടിയ സൗന്ദര്യ. അല്ലെങ്കിലും ബ്ലാക്ക് മോളി കുളിച്ചാൽ ഗോൾഡ് ഫിഷ് ആവൂ. ഓ, ഗോൾഡ് ഫിഷ് എന്താ ചിരി, നല്ല രസമുണ്ട്. എന്താടാ ഞങ്ങക്ക് ചിരിച്ചൂടെ? അയ്യോ, ഇങ്ങനെ ചിരിക്കല്ലേ, എനിക്ക് കണ്ടിട്ട് പേടിയാവും. പേടിക്കാൻ ഞങ്ങൾ എന്താ രാക്ഷസിമാരോ? രാക്ഷസിമാരുടെ കൂടെ വില കളയല്ലേ അപ്പച്ചി. സ്വന്തം അമ്മയെ പറഞ്ഞപ്പോഴേ അവർക്ക് പിടിച്ചില്ല. ഞങ്ങൾക്ക് പിടിച്ചില്ല. എന്തേ?
പോടാർക്കാർന്ന് അപ്പച്ചന്റെ അമ്മയെ പറഞ്ഞ അപ്പച്ചിക്ക് പിടിക്കൂ. ചെറിയ വായില് വലിയ വർത്താനം. ഞാൻ ഇടിച്ചു കുമ്പിടിക്കും ഞാൻ. അങ്ങോട്ട് വാ. ഓ സ്വന്തം അമ്മയെ പറഞ്ഞപ്പോ പിടിച്ചില്ല അപ്പച്ചിക്ക്. കക്ക. എന്താണ് വരാത്തത്? ഒന്ന് മിണ്ടാണ്ടിരിക്കാവോ? മിണ്ടാണ്ടിരിക്കണെങ്കിലേ ഇങ്ങോട്ടും കുറച്ച് റെസ്പെക്ട് കാണിക്കണം. ഓ ഓ അമ്മയുടെ മക്കളൊക്കെ ഒരുക്കൊക്കെ കഴിഞ്ഞിങ്ങ് എത്തിയോ? നിങ്ങളെങ്ങാത്ത എത്ര നേരം നിക്കണം? ഇതിനെ നിക്കണ ഇരുന്നാ പോരെ? പോസ്റ്റാക്കിയതും പോരാണ്ട് തർക്കുത്തരം പറയണ. എനിക്ക് നിങ്ങളെ മാതിരി കെട്ടിയൊരുങ്ങി വന്നിരുന്നാ മതിയാ? 100 കൂട്ടം ജോലിയില്ല, അതൊക്കെ തീർത്തിട്ട് വരണ്ടേ? നിനക്കെന്താണ് ഇതിന് മാത്രം പണിയിരിക്കുന്നത്? കഴുകി വന്നിരിക്കുമ്പോ വെട്ടി വിഴുങ്ങണ്ടേ? ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ ഞാൻ വന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കണക്ക് പറയാൻ തുടങ്ങിയോ? രണ്ടും കൂടി ഒന്ന് നിർത്തോ? ഇപ്പൊ പോയില്ലെങ്കിൽ സർക്കസ് ഒന്നും കാണാൻ പറ്റില്ല. ആ ഞാൻ നിർത്തി. എന്നാ ഞാനും നിർത്തി. നമ്മൾ ഇറങ്ങുവേ, കഥകൊക്കെ അടച്ചോ? അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ആ ഇനി പറഞ്ഞിട്ടില്ല എന്നോട്ട് അതിനും പറയും. അമ്മ രണ്ടോട്ടം വിളിക്കണം, 6 പേരില്ലേ? ഊബർ വിളിക്കാം. ആ ഇങ്ങോട്ട് അവിടെ. അതെ പാപ്പൻ ചേട്ടാ, പ്രകാശ് ഇവിടെ ഇല്ല. പുള്ളി ഒരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി പോയേക്കുവാണ്. അതിന് എനിക്ക് അവനെയല്ല കണ്ടത്, എനിക്ക് അവന്റെ അമ്മേനെ കണ്ടാ മതി. അമ്മ റെഡിയായിട്ട് നിൽക്കുമല്ലേ? റെഡി ആയിട്ട് നിൽക്കുവാന്ന്. അല്ല, അമ്മ വീട്ടില് റെഡിയായിട്ട് എപ്പോഴും ഉണ്ട് അങ്ങനെ എന്ന് പറയാൻ. ശരി. പ്രകാശിയുടെ അമ്മ ആരാത്? വേണിക്കുട്ടനാണേ. ആ വേണു, എന്താടാ? എന്താ വേണു? ഞാൻ പറഞ്ഞല്ലേ മറ്റേ പലിശക്കാരൻ പാപ്പച്ചൻ. ആ നമസ്കാരം പാപ്പച്ച. പിന്നെ പാപ്പച്ച, പ്രകാശന് ധൈര്യമായിട്ട് പൈസ പലിശയ്ക്ക് കൊടുത്തോളൂ. അവൻ ഒരു മുടക്കം കൂടാതെ പലിശയും മുതലും ഒക്കെ തിരിച്ചു തന്നോളൂ. ഒന്നുമില്ലേലും അവൻ പാപ്പാടി പുരുഷോത്തമന്റെ മകനല്ലേ? അച്ഛനെ എനിക്കറിയാം. വലിയ ആളല്ലായിരുന്നോ? നാട് മുഴുവൻ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമായിരുന്നു അദ്ദേഹത്തെ. പിന്നെ ഈ നാട്ടിൽ ഭയങ്കര എല്ലാവരും ബഹുമാനിക്കുന്ന ആളായിരുന്നു പുള്ളി. അതെ, അതാ എൻ്റെ അച്ഛൻ്റെ ഒരു മഹത്വം. എന്റെ അച്ഛൻ്റെ? എൻ്റെ പിള്ളേരുടെ അച്ഛൻ്റെ. ഞാൻ അദ്ദേഹത്തെ അച്ഛാന്നാ വിളിക്കുന്നത്. പിള്ളേർക്ക് ബഹുമാന. അവന് ഈ പലിശക്ക് പൈസ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു തരാൻ അവനൊരു മടിയുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ പലിശക്ക് കൊടുത്തു കഴിയുമ്പം അവൻ പണിയെടുക്കും, പൈസ ഉണ്ടാക്കും, ആ പലിശയും മുതലും ഒക്കെ കൃത്യമായിട്ട് തിരിച്ചു തരും. ഈ വീടും പറമ്പും പ്രകാശനുള്ളതല്ലേ? അതെ, പ്രകാശനുള്ളതാ. അതെ, പാർട്ടീഷൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പ്രകാശിക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീടും പറമ്പൊക്കെ ഒന്ന് ചുറ്റി നടന്നൊന്ന് കാണട്ടെ. അതെന്തിനാ? അത് ഞങ്ങളുടെ പലിശക്കാരുടെ ഒരു രീതിയാണ്. എന്തുവാണ് ഇത്? എന്തിനു ചുറ്റിക്കറങ്ങി കാണുന്ന ഈ വീടൊക്കെ? പുള്ളി പറഞ്ഞില്ലേ, അത് പലിശക്കാരുടെ ഒരു രീതിയാ. ഉമ്മാർക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. ഈ സാമാനെല്ലാം കൂടെ തലേ വെച്ചിട്ട് മനുഷ്യന് നിൽക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് 45,000 രൂപ വേണോ? വേണം അളിയാ, വേണം. എന്നാ പിന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെയുണ്ടാ ലുക്ക്? എങ്ങനെയുണ്ട്? ലുക്കും പെർഫോമൻസും അടിപൊളിയായിരുന്നു പ്രകാശ്. കിട്ടിക്ക് നിങ്ങൾ. ഞാനേ പുള്ളി എന്നെ പരിപാടി ഞാനൊന്ന് പോയി നോക്കട്ടെ. നടന്ന് എന്റെ കാല് കടിച്ചടി കുഞ്ഞെ. അമ്മയുടെ പുന്നാര മോളെ കൊണ്ടല്ലേ നടക്കേണ്ടി വന്നേ? നടന്നോ? എന്ത് അനീതി കണ്ടാ ഞാൻ എതിർക്കും. ആ ഓട്ടോക്കാരൻ നിന്നോട് എന്താ നീതിയാ കാണിച്ചേ? അയ്യോ, ആ പാട്ട വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്ന് നടു ഒടിഞ്ഞു. നമ്മൾ പിടിച്ചതേ ഓട്ടോ ആണ്, അല്ലാതെ കാറല്ല. ഇതിന് ഭേദം കാറായിരുന്നു. കാശ് ലാഭിക്കാൻ വേണ്ടി ഓട്ടോ പിടിച്ചല്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നീ ഒരു കാറ് മേടിക്ക്, എന്നിട്ട് നമ്മളെ എല്ലാരെയും കൊണ്ടുപോ. എടി നീ എന്തിനാടി അവളോട് വെക്കിട്ട് തരാൻ നടക്കുന്ന? എന്റെ അമ്മയെ ടിക്കറ്റ് മറന്നു വെച്ചത് ആരെ കുറ്റാ? നിന്റെ കുറ്റം. ആ ഇരിക്കട്ടെ, എന്നാ പിന്നെ അത് എന്റെ കുറ്റം തന്നെയാണ്. ഈ ടിക്കറ്റ് രണ്ടാമത് എടുക്കാൻ വരുമ്പോ അമ്മ എന്തിനാ വന്നത്? ആ അതെ, ഞാൻ അവിടെ നിന്നാ നിന്റെ മക്കൾ എന്റെ പേഴ്സ് കാലിയാക്കും. എനിക്ക് അത് മേടിച്ചാട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്പടാ. ആ അമ്മ പിന്നെ അങ്ങനെ പറയത്തുള്ളൂ. അല്ലെ ഇവളെന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്റെ അമ്മയ്ക്ക് കൂട്ടുവന്നത്. ആ ബെസ്റ്റ്, എന്റെ മക്കളെ അവിടെ തനിച്ചാക്കിയിട്ട്. ഈ വീട് ഇരിക്കുന്നത് തന്നെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ.
ഇത് മാത്രല്ല, വേറെ പാടവും പറമ്പും റബ്ബർ തോട്ടവും ഒക്കെ ഉണ്ട്. എല്ലാം പ്രകാശന്റെ അച്ഛനായിട്ടുണ്ടാക്കിയതാ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രകാശന്റെ ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ താല്പര്യമുണ്ട്. നല്ല കാര്യം, ഏറ്റവും നല്ല തീരുമാനമായിരിക്കും അത്. അതൊരു വഴിത്തിരിവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അതെ. ഈ ഒരു ചായ തിളപ്പിച്ച് തന്നാ കൊള്ളാന്നുണ്ട്, പക്ഷെ കുട്ടികൾ ആരും ഇല്ല, അവര് സർക്കസ് കാണാൻ പോയിരിക്കും, അതുകൊണ്ടാണ്. വേറൊരു അവസരത്തില്. ശരി ശരി. അപ്പൊ ബിസിനസിന്റെ കാര്യം നിങ്ങളൊന്ന് സംസാരിച്ച് റെഡിയാക്കണം. ആയിക്കോട്ടെ. അളിയാ, നീ എന്തെങ്കിലും പറഞ്ഞ് നൂരിക്കോണം, ഞാൻ കുഴപ്പമായി. എന്താണ്? അമ്മ അതേതോ ഒരു പെണ്ണുമ്പിള്ള പോയോ? അതേലോടെ സൈഡിലേക്ക് ഓടിപ്പോന്ന്. അതാണ് ഒരു പെണ്ണുമ്പിള്ള. അതാരാണ് അങ്ങോട്ട് ഓടിപ്പോയത്? ആരാന്ന് പറഞ്ഞാ വിശ്വസിക്കും? പറയണോ? അത് പ്രകാശി. അല്ല, പോകണ്ട, അങ്ങോട്ട് പോ. അമ്മ ഇവര് വിടരുത്, ഞാൻ നോക്കിട്ട് വരട്ടെ. സരിത, പോടാ. എടാ എടാ, എന്റെ പ്രകാശൻ എന്തിയാടാ? എന്റെ മോൻ എന്തിയാന്ന്? പ്രകാശി അകത്തുണ്ട്. നീയാണ് എന്റെ ചെറുക്കനെ ചീത്തയാക്കുന്നത്. ഇപ്പൊ പെണ്ണുകേസിലും പെടുത്താൻ നോക്കുന്നോ? പെണ്ണ് കേസാ? ഓ, അമ്മച്ചി, അമ്മച്ച നിന്റെ തള്ള. ഞാൻ പ്രകാശന്റെ അമ്മയെ കാണാൻ വന്നതാ. പ്രകാശന്റെ അമ്മേ ഇനി ഞാനാ, സരസ്വതി പുരുഷോത്തമൻ. അപ്പൊ ഇവിടെ എത്ര സരസ്വതി ഉണ്ടേ? ഒറ്റ സരസ്വതിയേ ഉള്ളൂ, അത് ഈ ഞാൻ തന്നെയാ. കറക്റ്റാണത്. ചേച്ചി എന്റെ വീട്ടിൽ എന്തിനാ വന്നേ? വഴി തെറ്റി വന്നേ. ചേച്ചി ചേട്ടന്റെ അവിഹിതക്കാരിയാ ചേച്ചി. അതെങ്ങനെ നിനക്കറിയുന്നേ? കണ്ടാവിടെ വശപ്പച്ചക്ക് പിടിച്ചു വലിച്ചാലോ? എല്ലാരും പ്രകാശ, പ്രകാശൻ. അപ്പൊ എല്ലാരും കൂടി വേഷം കെട്ടി എന്നെ പറ്റിക്കുമായിരുന്നല്ലേ? നമ്മളെ ഇങ്ങനെ മറ്റേ ഇതാക്കിയതാ, എന്ത് തന്നെ പറയുന്നത്? പ്രാങ്ക് ആക്കിയതാ. എടാ വേണുകുട്ടാ, നിനക്ക് തരാനുള്ള ഞാനേ പിന്നീട് തരാട്ടുള്ള. പ്രാങ്കിൽ തോറ്റേറ്റ് നാണക്കേടാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാരാണ് ഇങ്ങനെ കൊടുത്തോടുത്തേ? ഞാനാ മേണിക്കുട്ടൻ. അവൻ സ്കൂൾ യുവജനോത്സവത്തിൽ മേക്കപ്പ് മാൻ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാളാ. എടി മോളെ, ഞാൻ വിചാരിച്ചത് എന്തോ ഒരു വലിയ പെണ്ണുമ്പിള്ളായി കയറി വരുന്നു, എന്തൊരു വലിപ്പമായിരുന്നു ഓർത്തു. പറ്റിച്ചില്ലേ? ഇല്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം വേഷം കിട്ടി നടക്കാൻ വേണ്ടിട്ട്. കണ്ടോ അവന്റെ അടവ് കണ്ടോ? ഇതിങ്ങനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാലോ ശരിയാവോ? ഒന്ന് തേങ്ങ എടുക്കാൻ പോയതാണോ ഇത്രയും വെപ്രാലും? ചിറക് നേരെ എടുത്ത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിട്ടിലേക്ക് കറി വെക്കേണ്ടത്? പച്ചക്കറി. നിങ്ങൾ എന്നീ പറകുന്നു വരുന്നത്? എനിക്ക് അതിലേ വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. അതിനെന്താ? ഇവിടെ വേണ്ട, ഇവിടെ വെക്ക്. മിഠായി ഉണ്ടോ? മിഠായി ഇല്ല. അച്ഛാ, അമ്മ പറഞ്ഞ ഞാൻ ഈ തേങ്ങ കഴിക്കണേന്ന് അമ്മ ചീത്ത പറയാം. നീ ഇഷ്ടം പോലെ തേങ്ങ കഴിക്കടാ. നിനക്ക് ആവശ്യത്തിന് കഴിക്കാനല്ലേ അച്ഛൻ തേങ്ങ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ആര്? എന്റെ അച്ഛൻ, അവന്റെ അച്ഛൻ. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. നിനക്കെല്ലാം തെറ്റിദ്ധാരണയാണ്. ഇല്ല, ഇതില് കുമ്പളങ്ങ എവിടെ? കുമ്പളങ്ങ ഇല്ല, മത്തങ്ങ. ഞാൻ നിങ്ങളോട് ഈ മത്തങ്ങ മേടിക്കാൻ പറഞ്ഞോ? പിന്നെ നീ എന്തോ പറഞ്ഞത്? കുമ്പളങ്ങ. എടി നീ പറഞ്ഞത് മത്തങ്ങ മേടിക്കാനാ. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. മോര് കറി മത്തങ്ങ ഇട്ടിട്ട് ആരെങ്കിലും വെക്കുവോ? കുമ്പളങ്ങ ഇട്ടിട്ടല്ലേ വെക്കുവാ? ഒരൊറ്റ ഇടിവിച്ചിരും കേട്ടോ. നീ എന്നോട് എന്തോ പറഞ്ഞത്? എലിശ്ശേരി ഉണ്ടാക്കാൻ മത്തങ്ങ വേണമെന്നല്ലേ പറഞ്ഞേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണായിരുന്നു. ഛർദ്ദിച്ച് കേട്ടത് കൊണ്ട് തന്നെയാ മത്തങ്ങ മേടിച്ചോണ്ട് വന്നത്.